ജന്മാദ്യസ്യേതുന്യാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാശ്രേണ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. അതോ മഹാഭാഗഭവാൻ അമോഘദൃക് ശുചിശ്രവാ സത്യരഥോ ധൃതവ്രത ഒരു ക്രമസ്ത്യാഖില ബന്ധമുക്തയെ സമാധിന അനുസ്മര തത് വിജേഷ്ഠിതം. വ്യാസൻ്റെ വിശേഷമാണ് അമോഘദൃക്, അപാരമായ മഹിമയുള്ളവൻ എന്നർത്ഥം. അങ്ങനെയുള്ള ദൃഷ്ടി, കാഴ്ചപ്പാട്, കഴിവ് ഒക്കെ ഉള്ളവനെ വിളിക്കുകയാണ്. ശുചിശ്രവാഹ, ശുദ്ധമായിട്ടുള്ള യശസ്സോടു കൂടിയിട്ടുള്ളവനും സത്യത്തിൽ നിഷ്ഠയുള്ളവനും ധൃതവ്രതനും ആയ അങ്ങ് എന്തിരുവടി എന്ത് ചെയ്യണം? ഉരുക്രമസ്യ, ഉരുക്രമൻ ഭഗവാൻ, ഉരുക്രമൻ്റെ തത് വിജേഷ്ഠിതം പ്രവൃത്തികളെ സമാധി കൊണ്ട് അനുസ്മരിക്കുക. സമാധി കൊണ്ട് അനുസ്മരിക്കുക, അതൊരു ഗ്രന്ഥമാക്കി മാറ്റുക എന്ന് അതിനകത്തുണ്ട്. വാക്കിലത് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഗ്രന്ഥമാക്കിയിട്ട് മാറ്റണം. സമാധിരാനുസ്മര തത് വിജേഷ്ഠിതം എന്നാൽ എന്താ ഉണ്ടാവുക? ഈശ്വര കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സ്മരിച്ചാലുള്ള ഫലമാണ് അഖില ബന്ധമുക്തയെ, നടുവിൽ വെച്ചിരിക്കുന്നത് ലക്ഷ്യം. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടുക എന്നതാണ് എല്ലാവരുടെയും സന്തോഷം. ആർക്കെങ്കിലും കെട്ടിയിട്ട് ഇഷ്ടാവില്ലല്ലോ, അടച്ചിട്ടാലും ഇഷ്ടാവില്ല. പക്ഷേ നമ്മൾ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ അത് ബന്ധനസ്ഥനാരെന്ന് നമ്മൾ അറിയണില്ല എന്നുള്ളതാണ്. നമ്മളെവിടെ ബന്ധിച്ചിരിക്കണമെന്നാണ് ഓരോരുത്തരുടെയും ചിന്ത. അത് അറിയണമെങ്കിൽ അറിവുള്ളവരുടെ ബന്ധത്തിൽ നിന്ന് അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ അവരെയും കൂടി താരതമ്യം ചെയ്യണം. അപ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര ബന്ധനസ്ഥരാണ്. ഓരോ കാര്യങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ദുഃഖിക്കുകയാണ് സത്യത്തിൽ ചെയ്യണത്. ഒരു വിട്ടിത്തരാണ് ചെയ്യണത്. ആ അറിവുമായിട്ടുള്ള ലോകമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബന്ധാവസ്ഥ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അഖില ബന്ധമുക്തയെ, എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മനസ്സിനെ വേർപെടുത്താൻ. എന്തിനാണ് വേർപെടുത്തേണ്ടത്? മനസ്സിനെയാണ് വേർപെടുത്തേണ്ടത്. ചെറിയൊരു വിദ്യയല്ല, മഹാവിദ്യയാണത്. അവിടെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്നർത്ഥം. പിന്നെ അവർക്ക് ദുഃഖം എന്ത് വന്നാലും അവർക്ക് പ്രശ്നമില്ലാത്തൊരവസ്ഥയാവും. അതിനെന്ത് വേണം? ഭഗവാന്റെ കഥകൾ നല്ലപോലെ അനുസ്മരിക്കണം. ആ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു ക്രമസ്യ സമാധിന അനുസ്മര തത് വിജേഷ്ഠിതം. ഉരുക്രമസ്യ തത് വിജേഷ്ഠിതം സമാധിന അനുസ്മര. ഉരുക്രമസ്യ, ഉരുക്രമനാൽ അനുഷ്ഠിക്കപ്പെട്ട കർമ്മങ്ങളെ, ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെ ഓർക്കുക. തതോന്യഥാ കിഞ്ചനയത് വിവക്ഷത പൃഥക് ദിശസ്ഥൽ കൃതരൂപനാമഭി നകുത്രജിത്വാഭിജ ദുഃഖിതാമതിർ ലഭേത വാദാഹതനൂരിവാസ്പദം. ഇവിടെ പറയണം, അതിൽ നിന്ന് ഭേദിച്ച് കാണുന്ന അന്യഥ, ഈശ്വരകഥകളിൽ നിന്ന് അന്യഥ വേർതിരിച്ച് കാണുന്നവനും, പൃഥക് ദിശ വേർതിരിച്ച് കാണുന്നതും, അന്യഥ മറ്റു വിധത്തിൽ ഏതെങ്കിലും ഒന്നിനെ പറയാനോ കേൾക്കാനോ ഇച്ഛിക്കുന്നുണ്ടെങ്കിലും, പൃഥക് ദിശ അതിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നവനും, അന്യഥ മറ്റു വിധത്തിൽ കിഞ്ചന ഏതെങ്കിലും ഒന്നിനെ, വിവക്ഷത പറയാൻ ആഗ്രഹിക്കുന്നവനുമാണ് എങ്കിൽ എന്നർത്ഥം. ഈശ്വരകഥ അല്ലാതെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ കിഞ്ചന എന്തെങ്കിലുമൊക്കെ പറയുക. ഈശ്വരകഥ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് കിഞ്ചന എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. അന്യഥാ കിഞ്ചന, മറ്റെന്തെങ്കിലുമൊക്കെ ആണ് വിവക്ഷത പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മതി തൽ കൃതരൂപനാമഭി. മതി എന്ന് പറഞ്ഞാൽ അവിടെ
ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, രണ്ടും ആവാം. മനസ്സ് തൽകൃതരൂപനാമഭി, അതിനാൽ കൃതങ്ങളായ രൂപങ്ങൾ നാമങ്ങൾ ഇവ കൊണ്ട് ദുഃഖത്തോടു കൂടിയതായിട്ട് ദുഃഖിത പൃഥക്ദിശ തൽകൃതരൂപനാമഭി ന കുത്രചിത് ക്വാപിച ദുഃഖിത മതിർ. ശരകഥകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ പറയുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അതാണ് പറയുന്നതെങ്കിൽ പൃഥക്ദിശ തത് കൃതരൂപനാമഭി, ഭഗവാന്റെ രൂപനാമങ്ങളിൽ നിന്ന് വേറെ എന്തെങ്കിലുമാണ് അന്യഥാ കിഞ്ചന നിങ്ങൾ പറയുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് പറയുന്നിടത്തോളം കാലം വിവക്ഷത പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്തുണ്ടാവും? മനസ്സിന് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. മതി തൽകൃതരൂപനാമഭി, അതിനാൽ കൃതങ്ങളായ രൂപങ്ങൾ നാമങ്ങൾ ഇവ കൊണ്ട് നിർത്തും. ഏതിനാൽ? ഈശ്വരകാര്യങ്ങൾ അല്ലാത്ത രൂപനാമങ്ങളാണ് കേട്ടോ. ഈശ്വരകാര്യങ്ങളല്ലാത്തതാണ് പറയണതെങ്കിൽ ഈശ്വരകാര്യങ്ങളല്ലാത്ത രൂപനാമങ്ങൾ മനസ്സിൽ നിറയും. ഈശ്വരകാര്യങ്ങളാണ് പറയുന്നതെങ്കിലോ ഈശ്വരകാര്യങ്ങൾ മനസ്സിൽ നിറയും. ഇവിടെ ഈശ്വരകാര്യങ്ങളല്ലാത്തതിനെ ഒന്ന് പറയാണ്, അതും പറയണല്ലോ. കാരണം അതിൻ്റെ ദോഷം പറഞ്ഞിട്ടാണ് മനസ്സിലാക്കിച്ചിട്ടാണ് ഈശ്വര രൂപനാമങ്ങളുടെ ഗുണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈശ്വരകാര്യങ്ങൾ ഈശ്വര രൂപനാമങ്ങൾ അല്ലാത്തതാണ് പറയുന്നതെങ്കിൽ പൃഥക്ദൃശ തൽകൃതരൂപനാമഭി, ഈശ്വര കാര്യങ്ങളല്ലാത്ത രൂപനാമങ്ങളെ കൊണ്ട് മനസ്സ് നിറയും. അപ്പോഴോ ന കുത്രചിത് ക്വാപിച ദുഃഖിതാമതിർ, ദുഃഖത്തിൽ നിന്നൊരിക്കലും മോചനമില്ല. ന കുത്രചിത് ക്വാപിച ദുഃഖിതാമതിർ, ആ ദുഃഖത്തിൽ നിന്ന് മനസ്സൊരിക്കലും മുക്തമാവില്ല. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സദാ ചിന്തിച്ചുകൊണ്ട് തല ചൂടായി നടക്കണവരുണ്ട്. തല ചൂടാവുക എന്ന് നമ്മൾ പറയുന്നത് ചെയ്യണത് എന്താ? സുഖമില്ല, അതുകൊണ്ട്. അപ്പോൾ അതിൽ മനസ്സിൽ കുത്തിക്കയറ്റി നിറയ്ക്കാൻ പാടില്ല ഈശ്വര കാര്യങ്ങളല്ലാത്തത്. അതിലൊക്കെ നമുക്ക് ഇടപെടേണ്ടി വരും ലോകമാവുമ്പോൾ, ശരിയാണ്. അതൊക്കെ ഇങ്ങനെ ചെയ്യുക, ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ ചെയ്യുക എന്നല്ലാണ്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടത്തരുത്. നമ്മുടെ ആ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും ഉള്ളിലേക്ക് കടത്തരുത്. ഇതന്നെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യണം, പക്ഷേ അത് ബന്ധമില്ലാതെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അത് തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് ചെയ്യരുത്. അത് നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യണു, അത്രയേ ഉള്ളൂ. തോണി വെള്ളത്തിലുണ്ടെന്ന് വിചാരിച്ച് ആ തോണിയിലെ നമുക്ക് അപ്പുറയ്ക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് തോണി നമ്മുടെ എല്ലാം ഒന്നുമല്ല. ആണോ? അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞില്ലേ? ഇറങ്ങി കഴിഞ്ഞോട് ആ തോണിയെ നമ്മൾ മറന്നു, പിന്നെ അത് തന്നെ മനസ്സിൽ വയ്ക്കുന്നില്ല. അപ്പം എല്ലാം അങ്ങനെ ആവണം. നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ഈ പ്രപഞ്ചത്തിലത്തെ സർവ്വകാര്യങ്ങളും. ലക്ഷ്യമല്ല, എല്ലാം മാർഗമാണ്. അപ്പോൾ മാർഗത്തിൽ നിന്നുകൂടാ. ഈ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല, പ്രപഞ്ചത്തിൽ ഒരു അപകടങ്ങളും ഉണ്ടാവുകയും ഇല്ല. പൃഥക് ദിശത്തൽ കൃതരൂപനാമഭി, പൃഥക് ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ആ രൂപനാമങ്ങൾ മനസ്സിൽ നിറഞ്ഞ് ദുഃഖിക്കുന്നു. ന കുത്രചിത് ക്വാപി ച ദുഃഖിത മതി, അതിനാൽ കൃതങ്ങളായ നാമങ്ങൾ രൂപങ്ങൾ ഇവ കൊണ്ട് ദുഃഖത്തോടു കൂടിയതായിട്ട് ഒരിക്കലും എന്തില്ല? ലഭേത കുത്രചിത് വാതാഗതനോ ആസ്പദം സ്ഥാനത്തെ ലഭിക്കില്ല. അവസാനത്തെ വാക്ക് ആസ്പദം എന്ന ശ്ലോകത്തിൽ അവിടെ അവസാനമല്ല അർത്ഥം എടുക്കേണ്ടത്, കുറേ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, എന്നാലേ അർത്ഥം അവിടെ ശരിയാവുള്ളൂ. ന കുത്രചിത് ക്വാപി ച ദുഃഖിത മതിർ ലഭേത വാസ്പദം അവിടെ വരണം. വാതാഹതനവും അവിടെ നിൽക്കട്ടെ. ഉപമയാണ് വാതാഹതനവും എന്ന് പറഞ്ഞാൽ. കാര്യം ഇവിടെ ആസ്പദം എന്നാണ്.
കുത്രജിത് ക്വാപിച്ച ദുഃഖിതാമത് ലഭേത ആസ്പദം. അത് നെഗറ്റീവ് ആവരാ, കാരണം ന എന്ന് പറഞ്ഞിരിക്കണം. ന കുത്രജിത് ക്വാപിച്ച ദുഃഖിതാമത് ലഭേത ആസ്പദം എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും സുഖം കിട്ടാതെ കണ്ട് ദുഃഖിച്ച്, ആസ്പദം എന്ന് പറഞ്ഞാൽ ഒരു ആസ്പദം സ്ഥാനത്തെ കിട്ടുന്നില്ല, ഒരു ഉറപ്പ് കിട്ടുന്നില്ല. ഇളകിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിന് ആശ്രയം കിട്ടാതെ നിരാശ്രയമായിക്കൊണ്ട് അത് ദുഃഖിക്കുന്നു. ആസ്പദം എന്നുള്ളതിനവിടെ ഇളകിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിന് എപ്പോഴാണോ ഒരു സ്ഥാനം കിട്ടുക അപ്പോൾ അവിടെ ഉറച്ചു. സ്ഥാനം കിട്ടാത്തിടത്തോളം അതിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. ഇളകിക്കൊണ്ടേയിരിക്കുന്നതിന് ഒരു സുഖം ഉണ്ടാവില്ല. ആസ്പദമില്ലാതെ അലയുക എന്ന് പറയുമല്ലോ നമ്മൾ. അപ്പോൾ അത് ദുഃഖപ്രതീകമാണ് അലച്ചില, ഇളക്കം ഇവിടെ ഉദ്ദേശിച്ചിരിക്കണം. ആസ്പദം മനസ്സിനൊരു ഉറപ്പാണ്ട് കിട്ടിയാലോ സുഖം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്നിട്ട് ഉപമിച്ചിരിക്കുകയാണ് എന്ത്? വാതാഹത നൗരിവ. ഇവിടെ എളുപ്പമാണ്, കാറ്റുകൊണ്ട് ഇളകുന്ന തോണി പോലെ. കാറ്റിങ്ങനെ അടിച്ചു തോണി ഇങ്ങനെ ഇളകുകയാണെങ്കിൽ ആ തോണിക്കൊരു സുഖമോ സുരക്ഷിതത്വം ഉണ്ടോ? ഇളകാതെ പോകണം, അപ്പോഴേ സുരക്ഷിതത്വമുള്ളൂ. ഇളകിക്കൊണ്ടിരുന്ന പേടി, അയ്യോ ഇതിപ്പം അറിയോ ഈശ്വര എന്തുമാതിരിയാണ് ഇളകുന്നത്. അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന തോണി ആശങ്കയുടെയും ഭീഷണിയുടെയും പ്രതീകം. നല്ല ഉപമയാണ് ഞാൻ പറയാച്ചാ. ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു തോണിയിൽ എങ്ങനെ നമ്മൾ പോകുന്നുവോ അതുപോലെ പലരുടെയും ജീവിതം. എപ്പോഴും ആശങ്ക, ഭയം, സംശയം, ദുഃഖം. എത്ര ആൾക്കുണ്ട് അങ്ങനെ അല്ലേ? അത് രോഗം തന്നെയായിട്ട് മാറി ഡോക്ടർമാർ പറയണമെന്ന്. ആങ്സൈറ്റി, അനാവശ്യമായ ഉത്കണ്ഠ അത് കുറയ്ക്കുക സൈക്കാട്രിസ്റ്റൊക്കെ പറയണു. അപ്പോൾ എപ്പോഴും ഉത്കണ്ഠയാണ്. ഇളകിക്കൊണ്ടിരിക്കുന്ന തോണി അതിൻ്റെ പ്രതീകമാണ്. അതുപോലെ ആസ്പദം ലഭിക്കാതെ, ഉറപ്പ് ലഭിക്കാതെ ഇളകിക്കൊണ്ട് ദുഃഖപ്രതീകമായിട്ട് അങ്ങനെ പോകുന്നു ജീവിതം. എങ്ങനെയായാൽ ഈശ്വര കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് പോകുന്നതെങ്കിൽ, അതോ അന്യഥാ കിഞ്ചനയത് വിവക്ഷത, വേറെന്തെങ്കിലുമൊക്കെയാണ് പറയുന്നതെങ്കിൽ, നേരത്തെ പറഞ്ഞു ഈശ്വര കഥ 10 ശ്ലോകത്തിൽ, ഇപ്പോൾ പറഞ്ഞു അതല്ലാത്തതായ എന്തെങ്കിലുമാണ് പറയുന്നതെങ്കിൽ എന്തുണ്ടാവും? പൃഥക് ദിശത്തൽ കൃതരൂപനാമപി, ഈശ്വരനിൽ നിന്ന് അന്യമായ നാമരൂപങ്ങൾ, സംഗതികൾ ചുരുക്കം, അതിൽ കുടുങ്ങി മനസ്സ് കുടുങ്ങി എന്തുണ്ടാവും? വാതാഹത നൗരിവ, ഇളകുന്ന തോണിയെപ്പോലെ ആസ്പദം ലഭിക്കാതെ ദുഃഖം ലഭിക്കുന്നു. ദുഃഖിതാമത് ന ലഭേത വാതാഹത നൗരിവാസ്പദം, ആസ്പദം ലഭിക്കുന്നില്ല. ദുഃഖിത എന്ന് പോസിറ്റീവാണ്. ദുഃഖിച്ചിട്ട്, സദാ ദുഃഖിച്ചിട്ട് എന്ത് കിട്ടുന്നില്ല? ആസ്പദം ലഭിക്കാത്ത, ഒരാശ്രയം ലഭിക്കാത്ത തോണിയെപ്പോലെ, വെള്ളത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു തോണിയെപ്പോലെ ആയിത്തീരുന്നു. എപ്പോൾ ഈശ്വരനിൽ ഉറയ്ക്കുന്നുവോ അപ്പോഴാണ് ആസ്പദം അല്ലെങ്കിൽ ആശ്രയസ്ഥാനം, ഉറപ്പ് ലഭിക്കുന്നത് എന്നർത്ഥം. ജുഗുപ്സിതം ധർമ്മകൃതേനുഷ സദാ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമാം യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. അത്ര നല്ല ശ്ലോകാർഷുണ്ടോ. ഇവിടെ പറയണം, ലോകത്തിൽ ഉള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ആവശ്യമാണ്, അല്ല എന്നൊന്നും പറയണ്ട. പക്ഷേ ആത്മീയ ദൃഷ്ടിയിൽ നമ്മൾ എന്താ പറയണത്? അതിനെ മനസ്സിൽ തന്നെ വെച്ച് നീറ്റി കൊണ്ടു നടത്തുന്ന പ്രക്രിയ ജുഗുപ്സിതമാണ്. എന്താണ് ജുഗുപ്സിതം എന്ന് മനസ്സിലാക്കണം. ലോകകാര്യങ്ങളെ മൊത്തത്തിൽ ജുഗുപ്സിതം എന്ന് പറഞ്ഞിട്ടില്ല, അതല്ല പറഞ്ഞത്. നേരെ മറിച്ച് അതിനെക്കുറിച്ചുള്ള അധികമായ മനസ്സിലിട്ട് താലോലിക്കൽ കേട്ടോ, അതാണ് പറഞ്ഞത്. ഈ ഏത് നേരം വിളിച്ചാൽ തുടങ്ങി ചിന്ത. ഒരു ഇതന്നെ പറയും, ചിത മനുഷ്യനെ മരിച്ചാൽ ദഹിപ്പിക്കുന്നുവെങ്കിൽ ചിന്ത ജീവനോടെ ദഹിപ്പിക്കുന്നു. ചിന്ത കൊണ്ട് മനുഷ്യൻ ആരോഗ്യം നശിച്ച് മരിക്കാറുണ്ട്. ഏത് ചിന്ത? അശുഭകരമായ ചിന്ത, പ്രാപഞ്ചികമായിട്ടുള്ളതിനെ മാത്രമുള്ള ചിന്ത.
ഈശ്വരചിന്ത ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കില്ല. രണ്ടും ചിന്തയാണ്. ഈശ്വരചിന്ത മനുഷ്യനെ നശിപ്പിക്കില്ല. ലോക വിഷയങ്ങളെക്കുറിച്ച് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുള്ള ചിന്ത നിന്ദിതമാണ്. അതാണ് ഇവിടെ ജുഗുപ്സിതം. അത്തരത്തിലുള്ള സ്വഭാവരക്തസ്യ, സ്വതേ ആഗ്രഹിക്കുന്നവന്, ധർമ്മകൃതേ, ധർമ്മത്തിനായിക്കൊണ്ട്, അനുശാസത, അനുശാസിക്കുന്ന അങ്ങേക്ക്, മഹാൻ വ്യതിക്രമ, അവിടെ ക്രിയയുണ്ട്, സംഭവിച്ചു. ഇവിടെ ചോദ്യം, വ്യാസന് എന്താണ് തെറ്റ് പറ്റിയത്? എന്ത് കുറവാണ് വ്യാസന് സംഭവിച്ചത്? ഇത്രയൊക്കെ എഴുതിയല്ലോ, അതിലെന്ത് കുറവാണ് സംഭവിച്ചത്? ശരിക്കും അതിനുള്ള ഉത്തരം ഈ 15-ാമത്തെ ശ്ലോകത്തിലാണ്. ശരിക്കൊരു ഉത്തരം പറയാ, ഈ 15-ാം ശ്ലോകത്തിലുണ്ട് അതിൻ്റെ ഉത്തരം, കറക്റ്റ് ഉത്തരം. അങ്ങേക്ക് പറ്റിയത് മഹാൻ വ്യതിക്രമ, ചെറിയ തെറ്റല്ല എന്ന് പറയാനാണ്, വലിയ തെറ്റാണ് പറ്റിയത്. മഹാൻ വ്യതിക്രമ, വ്യതിക്രമ തെറ്റ് സംഭവിച്ചു. സംഭവിച്ചു എന്ന് ക്രിയ അവിടെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ക്രിയ വിഴുങ്ങും സംസ്കൃതത്തിൽ. ജന്മാദ്യസ്യ ഏതോ ഭൂത്ത് എന്ന ക്രിയ അവിടെ പറഞ്ഞിട്ടില്ല. ഈ കാണുന്നതിൻ്റെ ഉണ്ടാവലും നിലനിൽപ്പും നാശവും ഏതിനെ ആസ്പദപ്പെടുത്തിയിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അതുണ്ടാക്കണം. ജന്മാദ്യസ്യ ഏതോ എന്നേ ഉള്ളൂ. ഉൽപ്പത്തി, സ്ഥിതി, നാശം എന്നിവ ഏതൊന്നിനെ ആശ്രയിക്കുന്നു. മുഴുവനാക്കിയില്ല, അത് നമ്മൾ ആക്കണം. ഭൂത്ത് എന്ന് പറഞ്ഞാൽ ആയി, ഏതിനെ ആശ്രയിച്ചാണ്, ആണ് എന്നുള്ളത് വിട്ടുപോയി. ഇവിടെ അത് വ്യതിക്രമ, അക്രമം സംഭവിച്ചു എന്നത് അവിടെ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ എടുക്കണം. അതുകൊണ്ട് വ്യാസൻ അങ്ങേക്ക് സംഭവിച്ചത് എന്താണ്? വ്യതിക്രമ സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു. എന്ത് തെറ്റ്? ജുഗുപ്സിതം ധർമ്മകൃതേനു ശാസിത സ്വഭാവരക്തസ്യ, അതാണ് സംഭവിച്ചത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയെക്കുറിച്ചാണല്ലോ മഹാഭാരതം പറയണത്. പുരുഷാർത്ഥങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നതായിട്ടുള്ള പുരുഷാർത്ഥ പ്രതിപാദനം, അത് സ്വതവേ ഇവിടെ പറയണത് സ്വഭാവ രക്തസ്യ എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് എല്ലാവർക്കും തന്നെ ഉണ്ടായിക്കോളും, പറയേണ്ട ആവശ്യമില്ല. ഈ 1,25,000 ശ്ലോകങ്ങളെ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് സൂചന. ഒരു സിംഹത്തിനായിക്കോട്ടെ, വേറെ ജീവികൾക്കായിട്ട് കുട്ടിയുണ്ടായി, ആ കുട്ടിയെ നോക്കണം, അത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് നോക്കിക്കോളും. പക്ഷേ കുട്ടി തിരിച്ച് ആ സിംഹത്തിനെ നോക്കണം എന്നില്ല. അത് അവരുടെ ജീവിത ശൈലി, പ്രകൃതി സ്വഭാവമാണ്. പക്ഷെ മനുഷ്യനങ്ങനെയല്ല. അവന് നോക്കണം എന്ന ഒരു സ്വാഭാവികത തന്നെയാണ്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചെയ്യില്ലേ. മഹാഭാരതം വായിക്കാത്ത ഒരാൾ അച്ഛനെ നോക്കില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മഹാഭാരതം വായിച്ചിട്ടില്ല കേട്ടോ, മുഴുവനെ സത്യമായിട്ട് പറയാച്ച. കാരണം അത്ര അധികമുണ്ട്. അപ്പോൾ ഭാഗവതത്തിലേക്ക് വന്നപ്പോൾ പിന്നെ മഹാഭാരതം വായിക്കണം എന്നുള്ള ഒരു സന്ദർഭം കിട്ടിയില്ല. വായിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ധർമ്മവിധിലോപം വരുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അതാണ് സൂചന. ഏതെങ്കിലും ഒന്ന് മതി. ഭാഗവതം ഉണ്ടെങ്കിൽ പിന്നെ മതി, രാമായണം ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഇത് ഉണ്ടാവണമെന്നോ പറയണമെന്നോ ഇതൊന്നുമില്ല. അത് നടന്നോളും. നമ്മുടെ സ്വഭാവരക്തസ്യ എന്ന് പറഞ്ഞത്, സ്വഭാവരക്തസ്യ. പൊതുവേ ധർമ്മം ആഗ്രഹിക്കുന്ന ഒരാളോട് മനുഷ്യന് വിശേഷിച്ച് അത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ 1,27,000 ശ്ലോകം കൊണ്ട് പറയേണ്ട ഒരു കാര്യമൊന്നും ഇല്ല. അന്ന് അതന്നെ പറഞ്ഞു. എല്ലാവർക്കും സ്വാഭാവികമായ സ്വഭാവരക്തസ്യ, എല്ലാവരും സ്വാഭാവികമായി അനുഷ്ഠിക്കുന്നതിനെ പറയാൻ വാക്കുകളെ ചെലവിട്ടു. മഹാൻ വ്യതിക്രമ, ഇത് വലിയൊരു തെറ്റായി, അന്യായം അങ്ങേക്ക് സംഭവിച്ചു. യത് വാക്യത ധർമ്മ ഇതി സ്ഥിത ഇതര തസ്യ നിവാരണം ന മന്യതേ. അതുകൊണ്ട് എന്ത് സംഭവിക്കണു? ഇത്തരത്തിലുള്ള വാക്യങ്ങൾ, ധർമ്മവാക്യങ്ങൾ, അത് നേടണം, ഇത് നേടണം, അത് ചെയ്യണം, എന്ത് ചെയ്യണം, ഈ മസ്റ്റും ഡോണ്ടും, വിധി നിഷേധവും പറഞ്ഞ് അതിൽ കടന്ന് തിരിയും തോറും എന്ത് കിട്ടില്ല? അതിൽ നിന്നുള്ള ദുഃഖം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. നിവാരണം ന മന്യതേ. ദുഃഖത്തിൽ നിന്നുള്ള നിവാരണം ആരും തന്നെ
ചിന്തിക്കണമില്ല, അവിടേക്ക് എത്തണമില്ല. യത് വാക്യതോ ധർമ്മ ഇതി, ധർമ്മം 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 എന്നങ്ങ് പറഞ്ഞുവല്ലോ ആ ഭാരതത്തിൽ. ആ വാക്കുകളെ കൊണ്ട് ന മന്യതേ തസ്യ നിവാരണം ജന, തസ്യ നിവാരണം ദുഃഖത്തിൻ്റെ നിവാരണം. അതിൽ കിടന്നിട്ട് അങ്ങോട്ട് മുഴുക, കെട്ടുപാടിൽ പെടുക എന്നുള്ളതേ ഉണ്ടാവുന്നുള്ളൂ. ഇതിന് മോചനമില്ല. അത് മോചനമാർഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിൽ തന്നെ നിൽക്കുന്നു, ഒരിക്കലും മോചനമാർഗത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ സാധാരണ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പണ്ടൊക്കെ ഈ വീട്ടിൽ ഓടൊക്കെട്ട വീട്ടിൽ ചില്ലോട് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ചില്ല് വെളിച്ചത്തിന് വേണ്ടി വയ്ക്കുക, വെറുതെ ഒരു ചില്ല് വയ്ക്കും. ചില്ല് ഓട് എന്ന് പറഞ്ഞിട്ട് കമ്പനി ഉണ്ടാക്കണമുണ്ട്, കുറച്ചും കൂടി നന്നായിട്ട് ചോരാണ്ടൊക്കെ വൃത്തിയായിട്ട് ഫിനിഷിങ്ങോട് കൂടി ചില്ലോട് ഉണ്ടാക്കുക, അങ്ങനെയുണ്ട്. അത് മേഞ്ഞാൽ വെളിച്ചം കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു വണ്ട് പെട്ടാൽ ഈ ചില്ലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ വിചാരം. ചിറകിട്ടടിക്കും ഇല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ. എത്ര ആയാലും ഇതിൻ്റെ പുറത്തേക്ക് കിടക്കാൻ അധികം പറ്റില്ല എന്ന് അതിന് മനസ്സിലാവണില്ല. കാരണം ഈ ചില്ലാണ്, ചില്ലായതുകൊണ്ട് അവിടെ ഒന്നുമില്ല എന്ന് തെറ്റിദ്ധരിക്കണു. ഇവിടെ ചിറക് കൊഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കീഴ്പ്പെട്ട് വീണിട്ട് ആ വണ്ടോ ചിലപ്പോൾ മരിക്കണു. നമ്മൾ കാണാറുള്ളൊരു കാഴ്ച. ചില്ലോടൊന്നും ഇന്ന് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതുപോലെയാണ് അത്രേ മനുഷ്യൻ. ഈശ്വര കാര്യങ്ങളെക്കുറിച്ചല്ലാതെ ഈ ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള മസ്റ്റേഡ് കൊണ്ട് വിധി നിഷേധം, ഇതിനെ തന്നെ പറഞ്ഞത് ചിന്തിച്ച് ചിന്തിച്ച് കേട്ട് കേട്ട് തല ചൂടായാൽ ആ വണ്ട് അപ്പുറത്തേക്ക് കിടക്കാം, അല്ലെങ്കിൽ സുഖം കിട്ടുക, അപ്പുറത്തേക്ക് കിടക്കാൻ സുഖം കിട്ടുമെന്ന് ചിന്തിച്ച് ചിറക് കുഴഞ്ഞ് മരിക്കുന്നത് പോലെ അവൻ്റെ ജീവിതമാണ് കഴിയണം. കൊണ്ട് വ്യാസൻ എല്ലാവരും ചിന്തിക്കുന്ന ധർമ്മത്തെക്കുറിച്ച് അങ്ങും അതന്നെ പറയുക, വല്ല കാര്യമുണ്ടോ പോയിൽ? അതല്ല വേണ്ടത് എന്നർത്ഥം. അതിൽ നിന്ന് പുറത്ത് കിടക്കണം, ദുഃഖത്തിൻ്റെ ആ പരിധിയിൽ നിന്ന് പുറത്ത് കിടക്കുന്ന, അതാണ് ഇവിടെ നിവാരണം, മുക്തി മാർഗം. അതങ്ങ് പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ധർമ്മവിഷയങ്ങൾ ആചരിക്കേണ്ടത് ആവശ്യം തന്നെ. അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ രൂപം, രീതി, അത് എങ്ങനെ വേണം, അവിടെയാണ് പ്രാധാന്യമുള്ളത്. അല്ലാതെ ചെയ്തതുകൊണ്ട് അതിൽ എങ്ങനെ ചെയ്യണം അതാണല്ലോ. ഏത് കാര്യവും എങ്ങനെ ചെയ്യണം എന്നുള്ളോർത്താ. എങ്ങനെ ചെയ്താലും ഒരു ഫലമല്ലല്ലോ ഉണ്ടാവുക. നന്നായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും, ശരിയല്ലാണ്ട് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും. അപ്പോൾ ഈ ധർമ്മവിഷയങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് മനസ്സിനെ മുക്തമാക്കിക്കൊണ്ട് എന്ന കാര്യം അവഗണിച്ചു, അതിന് മാർഗവും അവഗണിച്ചു. ഭഗവത് പാദത്തിൽ ഉറച്ചിട്ടാണ് അവിടേക്ക് എത്തേണ്ടത്. ഭഗവത് പാദപത്മത്തിൽ ഉറപ്പിച്ച് ധർമ്മം അനുഷ്ഠിച്ചോളൂ, കുഴപ്പമില്ല. അനുഷ്ഠിക്കേണ്ട ധർമ്മം അനുഷ്ഠിച്ചാലോ? ഭഗവത് പാദപർപ്പത്തിൽ മനസ്സിനെ ഉറപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ? കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കണമെങ്കിലോ വേണമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ പറയണം. ഭഗവത് പാദപത്മത്തിനെ വിവരിക്കുന്ന വേണം, ധാരാളമായിട്ട് വിവരിക്കണം, കുറച്ചല്ല. അപ്പോഴേ മനസ്സതിൽ ഉറയ്ക്കുള്ളൂ. പെട്ടെന്ന് മനസ്സൊന്നിലും ഉറക്കില്ല. ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കുറേയധികം പ്രക്രിയകൾ, കുറേയധികം ശ്രമങ്ങൾ നടത്തണം. അപ്പം ധർമ്മവിഷയങ്ങളെ ജുഗുപ്സിതം, ലോകകാര്യങ്ങൾ അത്ര നല്ല ഒരു സംഗതിയല്ല. മനസ്സിന് ദുഃഖം ഉണ്ടാക്കി തീർക്കുന്ന അതിനെ ജുഗുപ്സിതമായിട്ടുള്ളതിനെ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞു. അതാണ് വെച്ചാൽ സ്വഭാവരക്തസ്യ, പൊതുവേ എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണത്, പുതിയതായിട്ടൊന്നുമില്ല. അത് തന്നെ പറഞ്ഞത് മൂലം മഹാൻ വ്യതിക്രമ ഭൂത്, വലിയ വ്യതിക്രമം ഉണ്ടായി. വലിയ തെറ്റ് അങ്ങ് ചെയ്തു, വ്യതിക്രമം തെറ്റ്. അത്തരം വാക്കുകൾ യത് വാക്യതോ ധർമ്മ ഇതീരിത സ്ഥിതോ, ധർമ്മം എന്ന് പറയപ്പെടുന്ന ഇത്തരം വാക്കുകൾ, ഈശ്വരകാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള വാക്കുകൾ, അതിൽ തന്നെ ജനം കുടുങ്ങി ന മന്യതേ തസ്യ നിവാരണം ജന, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അറിയാതെ അകപ്പെട്ട് ഇങ്ങനെ കിടക്കുക. വണ്ടിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ അതിന് ഈശ്വര കഥകൾ സമ്യക്കാവും വണ്ണം വിവരിക്കുക തന്നെ വേണം.
അപ്പോഴേ മനസ്സ് അതിൽ ഉറക്കിടും. എന്നിട്ട് ഈ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വലിയ ബന്ധം അതുമായിട്ടുണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ നല്ല അർത്ഥവ്യാപ്തിയുള്ള ശ്ലോകങ്ങളാണ്. അതാണ് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. എല്ലാ ശ്ലോകവും ഒരുപോലെ അല്ല എന്ന് പറയുന്നത്. വിചക്ഷണോസ്യർഹതി വേദിതും വിഭോരനന്ദപാര സതിവൃത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണേരനാത്മനത്തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ചില ശ്ലോകങ്ങളൊന്നും അങ്ങനെയും കൂടി ഒരു വാക്കുകൊണ്ട് രണ്ട് വാക്കുകൊണ്ട് പറഞ്ഞാൽ അവിടേക്ക് എത്തില്ല, നമുക്ക് അർത്ഥത്തിലേക്ക് എത്താൻ പറ്റില്ല. പറയുമ്പോൾ എന്തെങ്കിലും ഒന്നും ആവണ്ടേ. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് അനന്തപാരസ്യ വിഭോ, യാതൊരു വിധത്തിലും അപാരതയുള്ളതായിട്ടുള്ള ഭഗവാൻ, അനന്തൻ, അറ്റമില്ലാത്തതായിട്ടുള്ള സർവവ്യാപിയുമായിരിക്കുന്ന ഇവൻ്റെ അസ്യ നിവൃത്തിമാർഗം കൊണ്ടുള്ള സുഖം, ആനന്ദത്തെ വേദിതും അറിവാനായിക്കൊണ്ട് എന്നർത്ഥം. വിചക്ഷണ നിപുണൻ അർഹനാകുന്നു. ഏതൊരാളെ നമ്മൾ നിപുണൻ എന്ന് പറയും, അല്ലെങ്കിൽ സമർത്ഥൻ എന്ന് പറയും, കഴിവുള്ളവൻ എന്ന് പറയും, ബുദ്ധിമാൻ എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിചക്ഷണ, വിദഗ്ധൻ, കഴിവുള്ളവൻ, ബുദ്ധിമാൻ, ബുദ്ധിശാലി, വിചക്ഷണ. എങ്ങനെ ആവണം ഒരു വിചക്ഷണൻ? അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരാളെ നമുക്ക് വിചക്ഷണൻ എന്ന് പറയാൻ പറ്റും? കഴിവുള്ള ആൾ, ബഹുമാന്യൻ, ബുദ്ധിശാലി, വിവേകി എന്ന് ഏതൊരാളെ പറയാം? ഇവിടെ പറയാണ് അങ്ങനത്തെ ഒരാൾ ഇതറിഞ്ഞിരിക്കണം, അയാളെ വിചക്ഷണം എന്ന് പറയാം. ഏത്? അർഹസി വേദിതും, മേലിൽ പറയാൻ പോണ കാര്യത്തിനെ അറിയണം, അവനെ നമുക്ക് വിചക്ഷണം എന്ന് പറയാം. വിഭോരനന്തപാരസ്യ നിവൃത്തിത സുഖം, അനന്തനും അപാരനും ആയ ഭഗവാന്റെ ആ ഒരു നിവൃത്തി മാർഗത്തെക്കുറിച്ച് ചിന്തിക്കണം, ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലേ ആ ഗുണങ്ങളുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാനാവാൻ പറ്റില്ലെങ്കിലും കുറേശ്ശെ ആ ഗുണങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. പ്രവർത്തമാനസ്യ ഗുണ അനാത്മനത്തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഗുണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നവനും ദേഹത്തിൽ അഭിമാനമുള്ളവനും ആയവന് ഇവിടെ പറയണ, ഹേ സമർത്ഥ, വ്യാപാരത്തെ അങ്ങൊന്ന് കാട്ടിക്കൊടുത്താലും. എല്ലാവരും സാത്വിക രാജസ താമസ ഗുണങ്ങളിൽ ബദ്ധരാണ്. അതിനെ നിന്ന് നിവർത്തിക്കണം, നിർഗുണത്തിലേക്ക് എത്തണം. ഈ 3 ഗുണത്തിൽ നിൽക്കുന്നിടത്തോളം മനസ്സിന് സ്വസ്ഥതയില്ല എന്നാണ്. പ്രവർത്തമാനസ്യ ഗുണൈഹി, ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്വിക രാജസ താമസ ഗുണങ്ങളിലാണ് ഉദ്ദേശം. അതിൽ പ്രവർത്തമാനസ്യ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ, ഗുണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങ് മാർഗം കാണിച്ചു കൊടുത്താലും, നല്ലൊരു ഗ്രന്ഥരചനയിൽ കൂടെ അതിന് മാർഗം കാണിച്ചു കൊടുത്താലും. പ്രവർത്തമാനസ്യ ഗുണൈർ അനാത്മന തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. അനാത്മന എന്ന ദേഹത്തിൽ ഉള്ളവർക്ക്, ദേഹത്തിൽ അഭിമാനമുള്ളവർക്ക് ഗുണേർ അനാത്മന, അനാത്മന അതിൽ ബന്ധിതരായിട്ടുള്ളവർക്ക്, ആത്മാവിലല്ലാതെ ബന്ധിക്കപ്പെട്ടവർ. ആത്മാവിലായ ബന്ധിക്കപ്പെടില്ലല്ലോ. ആത്മാവിലെ ചിന്തിക്കുന്ന ഒരാൾക്ക് ബന്ധമില്ല. ആത്മാവിനല്ലാത്ത കാര്യത്തെ, ശരീരത്തെ, ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാർക്ക് ബന്ധം ഉണ്ടാവുക, ദുഃഖം ഉണ്ടാവുക. അനാത്മന പ്രവർത്തമാനസ്യ, ആത്മാവല്ലാത്തവയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു കരാവലംബം അങ്ങ് കൊടുക്കണം. പ്രവർത്തമാനസ്യ ഗുണേർ അനാത്മന തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. അതിന് ഭഗവാന്റെ ചേഷ്ടിതം, വ്യാപാരത്തെ അങ്ങ് കാണിച്ചു കൊടുക്കുക. ചിന്തിച്ച്, പറഞ്ഞ്, വായിച്ച്, അങ്ങനെ അതിൽ തന്നെ നിരന്തരമായാൽ എന്തായിട്ട് വരും? ആത്മാവിൽ പ്രവർത്തമാനസ്യ ആയിട്ട് തീരും. ഇപ്പം എങ്ങനെയാണ് ആൾക്കാർ ഭാഗവതം ഉണ്ടാവണ? അനാത്മന പ്രവർത്തമാനസ്യ, ആത്മാവല്ലാത്ത പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ ആത്മാവിലേക്ക് കൊണ്ടുവരണം എന്ന് ചുരുക്കം. തിക്വാ സ്വധർമ്മം ചരണം ദ്വിജം ഹരേ ഭജന്നപക്വോദപദേ തതോ യതി എത്ര ക്വവാ ഭദ്രം അഭൂതമുഷ്യ കിം കോ വാർത്താപ്തോ അവജതാം സ്വധർമ്മദാ.
തെക്വാ സ്വധർമ്മം ചരണാംബുജം ധരേ ഭജന്നപക്കോദപദേ തതോ യുധി എത്രൊക്കെ വാഭദ്രം അഭൂതമുഷ്യക്കും. ചില ആൾക്കാർക്ക് വായിക്കുമ്പോൾ തെറ്റുന്നൊരു സാമാന്യ അബദ്ധമാണ്. ഭൂ എന്നുള്ളതിന് ബ്ര എന്ന് വായിക്കും, ബ്ര എന്നുള്ളതിന് ഭൂ എന്ന് മാറി വായിക്കും. അങ്ങനെ വരരുത്. അതിപ്പോൾ വളരെ ചെറിയൊരു കുനിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഭൂ എന്ന് പറഞ്ഞാലും ബ്ര എന്ന് പറഞ്ഞാലും. ഒരു കുനി അധികം എന്നാൽ ഭൂ എന്നാണ്, ഒരു കുനി കുറഞ്ഞാൽ ബ്ര. ഇവിടെ ഭ്ര അഭൂത്, ബ്ര എന്നല്ല ഭൂത് എന്നാണ്. ഇതൊരു കുനി അധികം ഉണ്ട്, അത് നോക്കിയിട്ട് വേണം വായിക്കും. ഇവിടെ അഭൂതാണ്, ബ്ര ഇല്ല. എത്ര ക്വവാ ഭദ്രം, ആദ്യത്തെ ഭദ്രാണ്, അവിടെയും പ്രശ്നമുണ്ട്. ഭദ്രം, അവിടെ ഭദ്രം. പിന്നെ അഭൂത്, രണ്ടാമത്തെ ബ്രായല്ല, അഭൂത്. ഭദ്രം അഭൂത്, ഭദ്രം പ്ലസ് അഭൂത്, ഭദ്രം അഭൂത്. ബ്രാന്നാണോ ഭൂന്നാണോ എന്ന് നോക്കി വായിക്കണം. പലക്കിലും ഉണ്ടാവും അത്. ഒരു കുനി അധികം ഉണ്ടെങ്കിൽ ഭൂത് എന്നാണ്, ഒരു കുനി കുറഞ്ഞാൽ ബ്രാ. രണ്ടും അർത്ഥവും വ്യത്യാസമുണ്ട്, വാക്കും വ്യത്യാസമുണ്ട്. ഇവിടെ പറയണം, ഈ സ്വധർമ്മം അനുഷ്ഠിച്ച് അതിനെപ്പറ്റി പറഞ്ഞ് ചിന്തിച്ച് അങ്ങനെയാണല്ലോ ഭാഗവതം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ജനങ്ങൾ കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ ദുഃഖത്തിൻ്റെ ഒരു പിടിയിലായി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അത് മാത്രം അനുഷ്ഠിച്ചത് കൊണ്ടായില്ല എന്നാണ് ഇവിടെ സൂചന. അത് അനുഷ്ഠിക്കാത്ത ആളുകൾ, നമ്മൾ സ്വധർമ്മം എന്ന് പറയുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്ത പലരും ഇവിടെ എപ്പോഴും സ്മരണീയരായിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് വരുന്നു, അതാണ് വളരെ പോയിൻ്റാണ് പറയണത്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ എല്ലാതും അല്ല, അതുകൊണ്ടൊക്കെ ആയില്ല. അപ്പോൾ എന്താണ് സ്വധർമ്മം? പണം സമ്പാദിക്കണം, വീടുണ്ടാക്കണം, വിവാഹം കഴിക്കണം, മക്കളുണ്ടാവണം, ഇത്തരം സ്വധർമ്മങ്ങൾ. അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, കാശുണ്ടാക്കുക, വീടുണ്ടാക്കുക, സാധനങ്ങൾ വാങ്ങുന്ന അത്തരം സ്വധർമ്മമാണ് ഇവിടെ ഉദ്ദേശം, ബാഹ്യം. അത്തരം സ്വധർമ്മം തെക്വ, ഉപേക്ഷിച്ചിട്ട്. എത്രയോ പേർ ഇവിടെ അനശ്വരരായി തീർന്നിട്ടുണ്ട്. ആരൊക്കെയാ? ശങ്കരാചാര്യസ്വാമികളെ സ്വധർമ്മം എന്ന രീതിയിൽ അനുഷ്ഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് സ്വധർമ്മം എന്നൊന്നുമില്ല, ലോകധർമ്മേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ട ധർമ്മത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്, സ്വധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. ആലോചിച്ച് നോക്കൂ, അതാണ് ഇവിടെ ഉദ്ദേശം. ഗാന്ധിജിക്ക് സ്വധർമ്മം എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല. അത് ലോകനന്മയാണ് ലക്ഷ്യം. വിവേകാനന്ദ സ്വാമിക്ക് സ്വധർമ്മമില്ല, ധർമ്മമേ ഉള്ളൂ, ലോകധർമ്മമേ ഉള്ളൂ. അപ്പോൾ അത്തരം രാമകൃഷ്ണപരമഹംസർക്ക് എസ്റ്റേറ്റ് വാങ്ങണം, കാറ് വാങ്ങണം, ബംഗ്ലാവ് വാങ്ങണം, അത്തരം സ്വധർമ്മം ഇല്ല. ഉണ്ടോ? എല്ലാവർക്കും സമാധാനം കിട്ടണം, അവരുടെ ജീവിത ലക്ഷ്യം അതാണ്. തെക്വാ സ്വധർമ്മം. നേരത്തെ പറഞ്ഞല്ലോ, ആ സ്വധർമ്മത്തിൽ ചിന്തിച്ച് വണ്ട് കുടുങ്ങിയ പോലെ കുടുങ്ങിയവർക്ക് സുഖം കിട്ടിയില്ല. ആ സ്വധർമ്മത്തെ ഉപേക്ഷിച്ചവർക്ക് സുഖം കിട്ടുകയും ചെയ്തു, അവർ അനശ്വരരാവുകയും ചെയ്തു. അപ്പോൾ ആ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട് ഭാഗവതത്തിലേക്ക് വരുമ്പോൾ. സ്വന്തം വീടുണ്ടാക്കുക, കുടുംബം ഉണ്ടാക്കുക, വിവാഹം കഴിക്കുക, വാഹനം വാങ്ങുക, ഇതൊക്കെ തന്നെയാണ് സർവം എന്നുള്ളതിനോട് ഭാഗവതം യോജിക്കുന്നില്ല. അതൊക്കെ വേണ്ടാന്നല്ല, തള്ളിക്കളയല്ല, അതൊക്കെ തന്നെയാണ് സർവം എന്ന് വിചാരിക്കുന്നതിനോടാണ് ഭാഗവതം യോജിക്കാത്തത്. അതൊക്കെ ചെയ്യണം, പക്ഷേ അതിനല്ല നമ്മൾ ജീവിക്കുന്നത്. പണത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി പണം ഉപയോഗിക്കുക, വ്യത്യാസമല്ലേ? ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണാൻ വേണ്ടി ഇരിക്കുക, വ്യത്യാസമല്ലേ? ഇതുപോലെ സ്വധർമ്മത്തിന് വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി സ്വധർമ്മം ആവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ജീവിതം? മുക്തിക്ക് വേണ്ടിയിട്ടാണോ ജീവിതം? ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനാണ് ജീവിതം? അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനാണ് ജീവിതം? അതിന് വേണ്ടി സ്വധർമ്മം ആവാം, കുഴപ്പമില്ല. പക്ഷേ സ്വധർമ്മത്തിന് വേണ്ടിയല്ല നമ്മുടെ ജീവിതം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാതും അല്ല, അതെല്ലാം നമ്മുടെ ലക്ഷ്യമൊന്നും അല്ല. അത് നമ്മുടെ തെക്വാ സ്വധർമ്മം, അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഹരേ ചരണാംബുജം ഭജൻ, ഭഗവാന്റെ പാദപത്മത്തെ ഭജിച്ചവർ, അവർക്ക് സ്വധർമ്മം ഒന്നും നോക്കിയിട്ടില്ല. അവർ
ഭാര്യയ്ക്ക് കാശുണ്ടാക്കി കൊടുക്കി, മക്കൾക്ക് കുറേ കാശുണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ വേറൊന്ന് ചെയ്തു, ഇത്ര കോടി ഡെപ്പോസിറ്റ് ചെയ്തു. അതവർ ചെയ്തിട്ടില്ല. നാരായണ ഭട്ടതിരി, അങ്ങനത്തെ ആളുകൾ, കുഞ്ഞിക്കാവ് നമ്പൂരി, മീരാഭായി മുതലായിട്ടുള്ളവർ, ജയദേവർ, എത്ര ലക്ഷങ്ങൾ ഇവർ സമ്പാദിച്ചു? ഒന്നും സമ്പാദിച്ചിട്ടില്ല. അന്നന്നത്തെ അഷ്ടിക്ക് വഴിയില്ലാത്തവരാ. പക്ഷെ അവരെ ഇന്നും നമ്മൾ ഓർക്കണു ഇല്ലേ? കാശ് സമ്പാദിച്ചിട്ടുള്ളവരും ബംഗ്ലാവുള്ളവരും കാറുള്ളവരും എത്രയോ പേര് ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ളതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയണത്. ആരുടെയെങ്കിലും പേര് പോലും നമ്മൾ ഓർക്കുന്നുണ്ടോ? പലരുടെയും. അവരൊക്കെ ജീവിച്ചു, അവർക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചുപോയി. എന്താ ഇപ്പോൾ അതിന് ഒരു കേമത്തം? നല്ലൊരു പോയിൻ്റാണ്. തെക്വാ സ്വധർമ്മം ചരണാംബുജം, അതായത് ഹരേ ചരണാംബുജം, സ്വധർമ്മം ഉപേക്ഷിച്ച് ഹരിയുടെ പാദപത്മത്തെ സദാ ചിന്തിച്ച് ഭജന്നപക്വോതപതേ തതോ യതി, പരിഭാഗം വരാത്തവരായിട്ട് അതിൽ നിന്ന് പിന്നെ പതിക്കുമെങ്കിൽ, അതിൽ നിന്ന് പിന്നെ പതിക്കും എങ്കിൽ അവന് എത്ര കവ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എവിടെയെങ്കിലും അമംഗളം ഭവിച്ചുവോ? അങ്ങനെയുള്ളവർക്ക് പുരോഗതിയല്ലാതെ ഒരിക്കലും അധോഗതി വന്നിട്ടില്ല. അപജതാം, തിരിച്ചെടുക്കുക, ഈശ്വരനെ ഭജിക്കാതെ സ്വധർമ്മം മാത്രം ചെയ്തിട്ട് അപജതാം സ്വധർമ്മത, സ്വധർമ്മം എന്ന് വിചാരിച്ച് മരിക്കുക, ജീവിക്കുകയാണ് കേട്ടോ. മരിക്കുക അത് വാക്ക് നമ്മൾ പറയുന്നുള്ളൂ. അതന്നെ ചിന്തിച്ച് നടക്കണവർക്ക് കോവാർത്ഥ എവിടെ എത്തി അവർ? ഈ ശ്ലോകം നമ്മൾ ശരിക്കും പഠിക്കേണ്ട ശ്ലോകാർത്ഥം. സ്വധർമ്മം എന്ന് വിചാരിച്ച് ഭ്രാന്തെടുത്ത് നടന്നവർ എവിടെ എത്തി? എവിടെയും എത്തിയില്ല. ഇതിനെ ത്യജിച്ചവരോ നേടേണ്ടത് നേടുകയും ചെയ്തു. അപ്പോൾ സ്വധർമ്മമാണോ വലുത്, അതോ അതിനേക്കാൾ വലുത് വേറെ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഹരേ പാദാംബുജം ഭജൻ, ഹരിയുടെ പാദാംബുജം ഭജിക്കുന്നിടത്ത് സ്വധർമ്മം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. രണ്ടാം സ്ഥാനത്തേക്ക് എങ്കിലും മാറ്റപ്പെട്ടിരിക്കുന്നു. ഒന്നാം സ്ഥാനത്ത് വരുന്നില്ല, വേണ്ടാന്നുമില്ല, അപ്പം തള്ളണം എന്നുമില്ല. പക്ഷെ ഒരിക്കലും ഒന്നാം സ്ഥാനത്തല്ല, ഉറപ്പാണ്, ഒരു സംശയമൊന്നുമില്ല. ഈ ഒരു വ്യത്യാസം, കാഴ്ചപ്പാടിലത്തെ വ്യത്യാസമാണ് ശ്രീമദ് ഭാഗവതവും ഭാരതവുമായിട്ട് നമ്മൾ നോക്കേണ്ടത്. തെക്വാ സ്വധർമ്മം ചരണാംബുജം ഹരേ ഭജന്നപക്വോതപതേ തതോ യതി, സ്വധർമ്മത്തിൽ നിന്ന് പതിച്ചിട്ട് അവർക്ക് നാശം സംഭവിച്ചിട്ടില്ല. എത്ര കവ ഭദ്രമഭൂതമുഷ്യകിം കോവാർത്താപ്തോ ഭജതാം സ്വധർമ്മത, സ്വധർമ്മത്തെ മാത്രം ചിന്തിച്ചവർ എന്ത് നേടി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബാക്കി അടുത്ത ദിവസം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോതി തീർത്ഥകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി.